Recording in progress. വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന് നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അതായത് ആനുകാലികം ഭാഗത്ത് നിന്ന് ഫുൾ മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിൽ പൂർണ്ണമായിട്ടും ഉള്ള മാർക്ക് വാങ്ങണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ടീച്ചർ ഈ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കേൾക്കുക. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതി തന്നെ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ ആദ്യത്തെ തന്നെ ചോദ്യം എന്താണെങ്കിൽ അമൃത് ഭാരത് ട്രെയിനുകളെ കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അമൃത് ഭാരത് ട്രെയിൻ എന്താണ്? അമൃത് ഭാരത് ട്രെയിൻ, ഈ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് കേരളത്തിൽ ആരംഭിക്കുകയുണ്ടായി. അപ്പൊ അമൃത് ഭാരത് ട്രെയിനുകളെ നമ്മൾ വിളിക്കുന്നത് പുത്തൻ തലമുറ ട്രെയിനുകൾ എന്നാണ്. അപ്പോ പുത്തൻ തലമുറ ട്രെയിനുകൾ എന്ന വിശേഷണമുള്ള പുത്തൻ തലമുറ ട്രെയിൻ ട്ടോ എന്ന് വിശേഷണമുള്ള അമൃത് ഭാരത് ട്രെയിനുകള് കേരളത്തിൽ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്, അതിന്റെ ഫ്ലാഗ് ഓഫ് കേരളത്തില് അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് ആര് എന്നാണ്? എവിടെ? കേരളത്തിൽ. കേരളത്തിൽ ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പൊ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് പുത്തൻ തലമുറയിലെ ട്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്ന അമൃത് ഭാരത് ട്രെയിൻ സർവീസ് കേരളത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാണ്? ആരാണ് കേരളത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി നമ്മുടെ രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണ്? ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കൽപ്പറ്റ കോടതിയാണ്. കോടതിയുടെ പേര് കൽപ്പറ്റ കോടതി എന്നാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജുഡീഷ്യൽ ജില്ലാ കോടതിയുടെ പേര് കൽപ്പറ്റ കോടതി എന്നാണ്. ഏതാണ് കോടതി? കൽപ്പറ്റ കോടതിയാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കംപ്രസ്ഡ്, എന്താണ് അതിന്റെ പേര്? കംപ്രസ്ഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് എയർ എനർജി, ലോകത്തിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ്. എന്താണ്? എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ് എവിടെ പ്രവർത്തനം ആരംഭിച്ചു? ചൈന. ലോകത്തെ ഏറ്റവും വലിയ കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ചൈനയിലാണ്. ഇനി ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറ്. ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ ആരുമായാണ് ഒപ്പുവെച്ചത്? ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ ആരുമായാണ് ഒപ്പുവെച്ചത്? ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ഒപ്പുവെച്ചത് ട്ടോ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലാണ് ഒപ്പുവെച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷം നടന്നു. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷം നടന്നപ്പോ ആ ആഘോഷത്തിന് പങ്കെടുത്ത യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആരാണ്? ഉർസുല. അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ കരാറിനെ വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ
പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഇന്ത്യ ഭാഗമാകുന്ന ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറായിട്ടുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറിനെയാണ് എന്ന് ഓർത്തുവെക്കുക. അടുത്തത്, ഈ അടുത്തിടെ എന്താണ് ഭൗമ സൂചിക പദവി അഥവാ GI ടാഗ് ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പല സസ്യങ്ങൾക്ക്, പ്രോഡക്റ്റുകൾക്ക്, പല കാര്യങ്ങൾക്കും GI ടാഗ് ലഭിക്കും. അങ്ങനെ രാജസ്ഥാനിൽ നിന്ന് ഈ അടുത്തിടെ രാജസ്ഥാനിൽ നിന്ന് GI ടാഗ് ലഭിച്ചു. അത് എന്താണ്? അശ്വഗന്ധ ഇനമായ നാഗൗരിക്കാണ്. നാഗൗരി എന്താണ് നാഗൗരി? അശ്വഗന്ധ എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ ഈ അടുത്തിടെ GI ടാഗ് ലഭിച്ച രാജസ്ഥാനിൽ നിന്നുള്ള നാഗൗരി എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അതൊരു ഔഷധ സസ്യമാണ്. ഔഷധ സസ്യമാണ് ഇത്. അശ്വഗന്ധ ഇനമാണ്. അശ്വഗന്ധ ഇനമാണ് എന്ത്? നാഗൗരി എന്ന് പറയുന്നത്. അപ്പൊ ഈ അടുത്തിടെ രാജസ്ഥാനിൽ നിന്നും GI ടാഗ് ലഭിച്ചതാണ് അശ്വഗന്ധ ഇനമായ എന്തിന്? നാഗൗരിക്ക് എന്ന് ഓർമ്മിക്കാം കേട്ടോ. അപ്പൊ അശ്വഗന്ധ ഇനമാണ് എന്ത്? നാഗൗരി. അതൊരു ഔഷധ സസ്യമാണ്. അടുത്തത് 2028 ഒളിമ്പിക്സ്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. ലോസ് ഏഞ്ചൽസ് ഇങ്ങനെയാണ് എഴുതുക. ലോസ് ഏഞ്ചലീസ് എന്നാണ് നമ്മൾ എഴുതുമ്പോൾ എഴുതുക. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചലീസ് ആണ് എന്ന് ഓർത്തുവെക്കാം. അടുത്തത് 2025 ദേശീയ യുവജന ആചരണം. ദേശീയ യുവജന ആചരണത്തിന്റെ സന്ദേശം എന്തായിരുന്നു? 2025 ദേശീയ യുവജനാചരണ സന്ദേശം എന്തായിരുന്നു? യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. എന്താണ്? യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നതായിരുന്നു. അപ്പൊ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2025 ദേശീയ യുവജന ആചരണത്തിന്റെ സന്ദേശം. ഇനി കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രത്തിലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഏത് മന്ത്രിയാണ്? അമിത്ഷാ. ആരാണ്? അമിത്ഷായാണ്. കേന്ദ്രത്തില് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അമിത്ഷായാണ്. അടുത്ത ചോദ്യം, ശ്രീലങ്കയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ആരാണ് ശ്രീലങ്കൻ പ്രസിഡന്റ്? അരുണ കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ പ്രസിഡന്റ് അരുണ കുമാര ദിസനായകെ ആണ്. അടുത്തത് 10th ക്വസ്റ്റ്യൻ, 2034 ഫുട്ബോൾ വേൾഡ് കപ്പിന് ആതിഥ്യം വഹിക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. 2034 ഫുട്ബോൾ വേൾഡ് കപ്പിന് ആതിഥ്യം വഹിക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? ഏത് ഏഷ്യൻ രാജ്യമാണത്? സൗദി അറേബ്യയാണ്. ക്ലിയർ ആയോ? സൗദി അറേബ്യയാണ്. അടുത്തത് നമുക്കറിയാം, ഈ നമ്മുടെ 77ാമത്തെ എന്ത് നടക്കുകയുണ്ടായി? റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിക്കുകയുണ്ടായില്ലേ? 77ാമത്തെ റിപ്പബ്ലിക് ദിനം. അങ്ങനെ നമ്മൾ പത്മ ബഹുമതികൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ആ പത്മ ബഹുമതികൾ ലഭിച്ച മലയാളികളെ നമ്മളൊക്കൊന്ന് ഓർത്തുവെക്കണം. 77ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പത്മ ബഹുമതികൾ ലഭിച്ച എന്താണ്? മലയാളികളാണ്. ആരൊക്കെയാണ് കിട്ടിയത്? നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ആരാണ് അദ്ദേഹം? VS അച്യുതാനന്ദൻ അല്ലെ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ലഭിച്ചത്? മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചു? നമ്മുടെ പത്മവിഭൂഷൺ. എന്താ ലഭിച്ചത്?
പത്മവിഭൂഷൺ ലഭിച്ചു. ഇനി ആർക്കൊക്കെയാണ് ലഭിച്ചത്? ജസ്റ്റിസ് കെ ടി തോമസ്. ആർക്കാണ്? ജസ്റ്റിസ് കെ ടി തോമസിന് ലഭിച്ചു. ജസ്റ്റിസ് കെ ടി തോമസ്. അതുപോലെ തന്നെ ആരാണ്? പി നാരായണൻ. അടുത്ത ആള് പി നാരായണൻ. പി നാരായണൻ. പി നാരായണൻ ആരാണ്? ജന്മഭൂമി പത്രത്തിന്റെ മുൻ പത്രാധിപരാണ്. എന്നിവർക്ക് രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. ഇനി അടുത്തത് വിഭൂഷൺ ലഭിച്ചു. അടുത്തത് വിഭൂഷൺ. അടുത്തത് വയലിൻ വാദക നമ്മുടെ എൻ രാജം. വയലിൻ വളരെ പാടുന്ന വയലിൻ എന്ന് വിളിക്കുന്നത് എൻ രാജത്തെയാണ്. വയലിൻ വളരെ പ്രശസ്തയായിട്ടുള്ള വയലിനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ നടൻ ധർമ്മേന്ദ്രയ്ക്ക് എന്താണ്? മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചു. ഇവർക്കൊക്കെ പത്മവിഭൂഷൺ ലഭിച്ച ആൾക്കാരാണ്. വി എസിന് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചു. അതുപോലെ തന്നെ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചു. ജസ്റ്റിസ് കെ ടി തോമസിന് ലഭിച്ചു. പി നാരായണൻ ലഭിച്ചു. ജന്മഭൂമി പത്രത്തിന്റെ എന്താണ്? അദ്ദേഹം ജന്മഭൂമി പത്രത്തിന്റെ മുൻ പത്രാധിപരാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ രാജം, പാടുന്ന വയലിൻ എന്ന് വിശേഷിപ്പിക്കുന്ന എൻ രാജം, ഇവർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇനി അടുത്തത് നമ്മുടെ നടൻ മമ്മൂട്ടി അല്ലെ? ആർക്കാണ്? നടൻ മമ്മൂട്ടി. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ. ആരാണ് വെള്ളാപ്പള്ളി നടേശൻ? SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്. ആര്? വെള്ളാപ്പള്ളി നടേശൻ അല്ലെ? എന്നിവർക്ക് എന്ത് ലഭിക്കുകയുണ്ടായി? പത്മഭൂഷൺ ലഭിച്ചു. എന്താണ്? പത്മഭൂഷൺ ലഭിച്ചു. ഇനി അടുത്തത് മോഹിനിയാട്ട കലാകാരി, മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള കലാകാരി വിമല മേനോൻ. അപ്പൊ വിമല മേനോൻ ഏത് മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, മോഹിനിയാട്ടമാണ്. അതുപോലെ തന്നെ ആലപ്പുഴ സ്വദേശിനി ജി ദേവകി അമ്മ. ആരാണ്? ജി ദേവകി അമ്മ. ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ടുള്ള എ ഇ മുത്തുനായകം എന്നിവർക്ക് എന്ത് ലഭിച്ചു? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. എന്ത് ലഭിച്ചു? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പൊ പറഞ്ഞേ, മുൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് അല്ലെ മായിട്ടുള്ള VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചു എന്നാ പറയുന്നത്? പത്മവിഭൂഷൺ ലഭിച്ചു. അതുപോലെ ജസ്റ്റിസ് കെ ടി തോമസ്, ജന്മഭൂമി പത്രത്തിന്റെ മുൻ പത്രാധിപർ പി നാരായണൻ, അടുത്തത് വയലിൻ വാദക എൻ രാജം, നടൻ ധർമ്മേന്ദ്ര, ഇവർക്കൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ധർമ്മേന്ദ്രയ്ക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, മരണാനന്തര ബഹുമതിയാണ്. ഇനി നമ്മുടെ നടൻ മമ്മൂട്ടി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, മോഹിനിയാട്ട കലാകാരി വിമല മേനോൻ, ആലപ്പുഴ സ്വദേശിനി ജി ദേവകി അമ്മ, അതുപോലെ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഇ മുത്തുനായകം എന്നിവർക്ക് എന്തു പുരസ്കാരവും ലഭിച്ചു? പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. അപ്പൊ 77ാമത്തെ റിപ്പബ്ലിക് ദിനത്തില് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പത്മ അവാർഡുകൾ ലഭിച്ച മലയാളികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. എന്താണ്? പത്മ അവാർഡ് ലഭിച്ച മലയാളികളെ കുറിച്ച്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇപ്പൊ തന്നെ ഏകദേശം 20 ക്വസ്റ്റ്യന്റെ അടുത്തായി ഓരോരുത്തരെ കുറിച്ച് പഠിക്കാൻ വെച്ചാൽ. പക്ഷെ നമ്മളിത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കിന്ന് പഠിക്കണം. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കായി US സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ എന്താണ്? ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംഘടനയുടെ അധ്യക്ഷൻ ആരാണ്? ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് ആണ്. അതായത് ഗാസയില് സമാധാന ശ്രമങ്ങൾ നടത്താനായിട്ട് US സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസ് സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് ട്രംപ് ആണ്.
പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനാൽ 5 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ട ദക്ഷിണ കൊറിയയുടെ മുൻ പ്രസിഡന്റ് ആരാണ്? സൗത്ത് കൊറിയയുടെ മുൻ പ്രസിഡന്റിന്റെ പേര് യുൻ സുക്. അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, യുൻ സുക് സോൾ എന്നാണ്. എന്താണ്? യുൻ സുക് സോൾ എന്നാണ്. ഇനി രാജ്യത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾക്കാര് ജീവനോടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചൈന പുതിയ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ചൈനയുടെ ആ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? ചൈനയുടെ ആപ്ലിക്കേഷന്റെ പേര് ഇതാണ്, ആർ യു ഡെഡ്. എന്താണ്? ആർ യു ഡെഡ് എന്നുള്ളതാണ് ആ ആപ്ലിക്കേഷൻ. ഇനി അടുത്തത് സത്യജിത്ത് റായ് ഫിലിം സൊസൈറ്റി കൊടുക്കുന്ന സത്യജിത്ത് റായ് ഫിലിം പുരസ്കാരം എത്രാമത്തെ? 13ാമത്തെ സത്യജിത്ത് റായ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? TV ചന്ദ്രനാണ്. സത്യജിത്ത് റായ് ഫിലിം സൊസൈറ്റി നൽകുന്ന 13ാമത്തെ സത്യജിത്ത് റായ് പുരസ്കാരം നേടിയത് ആരാണ്? TV ചന്ദ്രനാണ്. 2026-ലെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രിയദർശൻ. 2026-ലെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശനാണ്. ഇനി കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ ഉച്ചകോടിക്ക് വേദിയായത് ഡൽഹിയാണ്. അടുത്തത് ഡച്ച് കോളനി വാഴ്ചക്കാലത്ത് നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ആ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തിന്റെ പേരാണ് ഇന്തോനേഷ്യ. ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ ഒഴിവാക്കി അടുത്തിടെ സ്വന്തം നിലയിൽ പീനൽ കോഡുകൾ നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാട്. ആരാണ് അവരുടെ പേര്? കൊറീന മച്ചാട്. ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ്. 2025-ലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച കൊറീന മച്ചാട് ആ പുരസ്കാരം ആർക്കാണ് സമ്മാനിച്ചത്? ഡൊണാൾഡ് ട്രംപിനാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ പരമാവധി ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ചില ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അടുത്ത ദിവസം തൊട്ട് നമ്മൾക്ക് SCERT ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. ടീച്ചറുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.